നമസ്കാരം. ജാതകം നോക്കി പ്രേതബാധയുണ്ട് എന്ന് പറയുന്ന ചിലർ, ജാതകം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കാണിച്ചാൽ തന്നെ കാറ്റ് പോകുന്ന അവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ജാതകം നോക്കുന്നു, കുലദേവതാ പ്രീതിയില്ല എന്ന് പറയുന്നു മറ്റു ചിലർ. ജാതകം നോക്കുന്നു, വീട് ശരിയില്ല എന്ന് പറയുന്നു, നിങ്ങളുടെ ഭൂമി ശരിയില്ല, വീടിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ ജാതകത്തിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അസാധ്യമാണ്. കാരണം ജാതകം എന്നുള്ള വസ്തുത, ഒരു റിപ്പോർട്ട് ഇത് കാണിച്ചു തരില്ല എന്നുള്ളതാണ്. ഈ തെർമോമീറ്റർ കൊണ്ട് നാം ഊഷ്മാവിനെ അളക്കുവാൻ സാധിക്കും, പക്ഷേ പ്രഷർ സാധിക്കില്ലല്ലോ. ഹാർട്ട് ബീറ്റ് അതുപോലെയൊന്നും അളക്കുവാൻ സാധിക്കില്ല. ഇത് നാം ഏവർക്കും അറിയാം. കാരണം ഇതിൻ്റെ ഉപയോഗം ഇന്നതാണെന്നും ഇതിൻ്റെ ലിമിറ്റേഷൻ ഇന്നതാണെന്നും സർവ്വസാധാരണമായിട്ട് ഏവർക്കും അറിയാം. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ, ജ്യോതിഷത്തിലേക്ക് വരുമ്പം ഇതറിയാത്തവർ അവരെ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ ചൂഷണം ചെയ്ത് കുറേ കഴിയുമ്പോൾ ഇതിലെ നല്ല വിശ്വാസങ്ങളും നല്ല കാര്യങ്ങളും കൂടി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. കാരണം ആദ്യമേ വന്നിരിക്കുമ്പോൾ ഭയമാണ്. ആ ഭയത്തെ ജാതകം കാണിക്കുന്നു, ഇന്ന ദശ, ഇന്ന അപഹാരം, മറ്റേത്, അതൊക്കെ പറഞ്ഞിട്ട് പ്രേതബാധയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇതിലേക്ക് പോം വഴി എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. മറ്റുള്ളവരെ നമുക്കൊരിക്കലും നന്നാക്കാൻ പറ്റില്ല. അവനവൻ സ്വയം നന്നാകുക എന്നുള്ളൊരു മെസ്സേജ് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവനവൻ്റെ വേദന, അവനവൻ്റെ സുഖം, അവനവൻ്റെ ദുഃഖം, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം ചോദിക്കുക അങ്ങോട്ട്, ഇത് പ്രമാണസഹിതം ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ള ഒരു ചോദ്യം. അത് ചോദിക്കാനായിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് വ്യക്തിയുടെ അടുത്തും ചോദിക്കാം, ഇതിൻ്റെ പ്രമാണം എന്ത്, ആരാണ്, എവിടെയാണ്, എപ്പോൾ, എങ്ങനെ പറഞ്ഞു, ഏത് ടെക്സ്റ്റിലാണ് ഉള്ളത് എന്നുള്ള ഒരു വിഷയം. രണ്ടാമത്തേതായി, ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഏവർക്കും ആവശ്യമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാത്തും പതുങ്ങിയും ഈ ജ്യോതിഷത്തിലേക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. എൻ്റെ ഭാവി, എനിക്ക് നാളെ എങ്ങനെ ഇരിക്കും, ഈ വർഷം എങ്ങനെയാണ്, ചിന്തിക്കാത്തവരില്ല. ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മയാണ്. ഒട്ടുമുക്കാൽ ആൾക്കാരും ചിന്തിച്ചു പോരുന്നുണ്ട്. അപ്പോൾ ഈ ജാതകം എന്നുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കുക. ജാതകം എന്നുള്ളത് അവനവൻ്റെ പ്രാരബ്ധ കർമ്മമാണ്. അത് ജനിച്ചപ്പോൾ നാം എഴുതുന്ന ഒരു റിപ്പോർട്ടായി മനസ്സിലാക്കുക. ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ബാലൻസ് ഷീറ്റ് എടുക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരു ബാലൻസ് ഷീറ്റ് എഴുതിയാൽ അതിൽ എഴുതിയിരിക്കുന്നത് അസറ്റും ലയബിലിറ്റിയും. അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. കഴിഞ്ഞുപോയ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഇന്ന് വരെയുള്ള അസറ്റ് എന്താണ്, ഇന്ന് വരെയുള്ള ലയബിലിറ്റി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ആ ബാലൻസ് ഷീറ്റ്. അത് തന്നെയാണ് ജാതകം. നാം ജനിച്ചപ്പോൾ ആ നിമിഷം ഗ്രഹങ്ങളെ നാം അവിടെ ഓരോരോ രാശിയിൽ എഴുതുന്നു. അതിൽ നിന്ന് എന്താണ്, അതൊരു റിപ്പോർട്ടാണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവനവൻ ചെയ്ത പ്രാരബ്ധ കർമ്മം, ചെയ്തു കഴിഞ്ഞ പ്രാരബ്ധ കർമ്മം, ഇനി അനുഭവിക്കുവാനുള്ള പ്രാരബ്ധ കർമ്മത്തിൻ്റെ കണക്കാണ്. ആ കണക്ക് മാറുന്നേയില്ല. അപ്പോൾ ജനിച്ചപ്പോൾ നാം ഒരു റിപ്പോർട്ട് എഴുതി. അതിൽ പ്രേതബാധ 48-ാമത്തെ വയസ്സിൽ ഉണ്ടാകുമെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഈ റിപ്പോർട്ട് അവനവൻ്റെ പ്രാരബ്ധ കർമ്മമാണ്. പ്രാരബ്ധസജ്ഞ മനുഷ്യജാതവും ജാതക ചിന്തനം. ജാതകം കൊണ്ട് അത് തന്നെയാണ് പ്രയോജനം, വേറെ പ്രയോജനമില്ല. പ്രാരബ്ധകർമ്മം അറിയണ്ട എന്നുണ്ടെങ്കിൽ ജാതകം നോക്കണ്ട. ഇതിൻ്റെ ഗൈഡൻസ്, ഈ പ്രാരബ്ധകർമ്മത്തെ കാണിച്ചു തരാനായിട്ട് ജാതകമല്ലാതെ വേറെ ഒന്നും ലോകത്ത് ലഭ്യമല്ല. ഒരൊറ്റ ടൂളേ ഉള്ളൂ. അവനവൻ്റെ പ്രാരബ്ധകർമ്മം മനസ്സിലാക്കി അവനവനെ നല്ല രീതിയിലേക്ക് ഒന്ന് ഗൈഡ് ചെയ്തൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂൾ ജാതകം മാത്രമേ ഉള്ളൂ. ഇനി അതിനെ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് സത്കർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി ജാതകം നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഇത് ആവശ്യമാണ്. സത്കർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുക, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നുള്ള ഒരു വസ്തുത. ഇതില്ലാതെ അവിടെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. ചുരുക്കി പറയാം, ജാതകത്തിലൂടെ പ്രേതബാധയുണ്ട്, ഇല്ലെങ്കിൽ കുലദേവതയുടെ കോപമുണ്ട്, ഇല്ലെങ്കിൽ വീട് ശരിയില്ല, നിങ്ങൾ വാങ്ങിച്ച വസ്തു ശരിയില്ല എന്ന് പറയാനായിട്ട് ഭൂമി മലയാളത്തിൽ ഒരുത്തനും സാധിക്കില്ല. കാരണം ആ റിപ്പോർട്ട്, ആ ജാതകം എന്നുള്ളത് അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെ കാണിച്ചു തരുന്നതാണ് ജാതകം. നമസ്കാരം.